തലസ്ഥാനത്തേക്കാണ്, തിരുവനന്തപുരം. ശശി തരൂർ മത്സരം ഉറപ്പാക്കുമ്പോൾ ആരൊക്കെയാവും ഇടതുമുന്നണിയുടെ BJPയുടെ സ്ഥാനാർത്ഥികൾ? കൗതുകകരമാണ്. എല്ലാ ചോദ്യങ്ങളും എല്ലാ ശ്രദ്ധയും ആ നിലയിൽ വരുന്നുണ്ട്. തിരുവനന്തപുരം നോക്കിയാൽ ശശി തരൂർ മത്സരിക്കുന്ന സാഹചര്യം, ആരൊക്കെയാവും എതിരാളികൾ എന്നൊരു പ്രശ്നമുണ്ട്. രാജീവ്, തിരുവനന്തപുരത്തിൻ്റെ ഒരു പൊതുവായ ഘടനയിൽ നിന്നുകൊണ്ട് ശശി തരൂർ എന്നുള്ളത് വേറെ മാറ്റമൊന്നുമില്ല. ശശി തരൂർ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കീറാമുട്ടിയായിരിക്കും ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളത്. CPIക്ക് മാവേലിക്കരയുടെ കാര്യം പറഞ്ഞ പോലെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. CPIക്ക് ശശി തരൂരിനെതിരെ നിർത്താൻ അല്ലെങ്കിൽ BJPയുടെയും അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയായി ഒരു കാലത്ത് കനയ്യകുമാറിന്റെ പേരൊക്കെ കേട്ടിരുന്നില്ല. അല്ല, ആരുടെ പേര് വേണമെങ്കിലും പറയാം. പക്ഷേ അത്തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPI അങ്ങനെ വേറിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ അദ്ദേഹം ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ പുന്നല ശ്രീകുമാർ അടൂർ മാവേലിക്കര മണ്ഡലത്തിൽ നല്ല കാൻഡിഡേറ്റ് ആണ്. പക്ഷേ അദ്ദേഹത്തെ പെട്ടെന്ന് CPI അല്ലെങ്കിൽ ചിഹ്നം കൊടുത്ത് എത്രയോ ആളുകളെ CPM ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുന്നു, എത്രയോ പേരെ മത്സരിപ്പിച്ചു. പക്ഷേ അതിനൊന്നും CPI തയ്യാറാവില്ല. ഇവിടെ ഒരു പക്ഷേ ഒരു നല്ല രാഷ്ട്രീയ മത്സരത്തിന് സാധ്യത ഉണ്ടായിരുന്നത് ബിനോയ് വിശ്വത്തെ അവർക്ക് കാൻഡിഡേറ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാമായിരുന്നു. അദ്ദേഹം അതെ, അല്ലെന്ന് വെച്ചാൽ നല്ലൊരു ശക്തനായ സ്ഥാനാർത്ഥി, കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി പോലെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ട് കാര്യമില്ല. ആക്ഷേപം അതെ, CPI അതായത് ഈ ഒരു വളരെ ട്രഡീഷണൽ ചിന്തിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിന് ആ പാർട്ടിക്ക് അതിനേതായ ചില ഗുണങ്ങളുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില നേരിന്റെ വഴിയെ പോകുന്നു എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥിത്വം, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം അവർക്കുണ്ടാക്കിയ ചീത്തപ്പേര് ചില്ലറയൊന്നുമല്ല. ഇത് ഇത്തവണ അതിൽ നിന്നൊക്കെ മാറി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റിയ ഒരു കാര്യം. ശ്രീലാലിനോട് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പേര് വരെ രാജീവ് എത്തി. അനിരാജയ്ക്ക് കേരളത്തിൽ മത്സരിക്കാൻ വലിയ താല്പര്യമുണ്ട്, സാധ്യതയുണ്ട്, താല്പര്യവുമുണ്ട്. അത് അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരുമോ? ഈ കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ മൊത്തം എടുക്കുമ്പോൾ BJP ആര് മത്സരിക്കുമെന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു മണ്ഡലം. അതാണ് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇപ്പോൾ CPI സ്ഥാനാർത്ഥി ആര്, ഇടതുമുന്നണി എന്ന് ചോദിക്കുന്നതിനും അപ്പുറത്താണ് ഇടതുമുന്നണി BJP സ്ഥാനാർത്ഥി ആര്. തീർച്ചയായും. കാരണം ഇത് നമ്മൾ ഇടതുമുന്നണിയെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാമത് പോയ പാർട്ടിയാണ്. രണ്ടാമത് വന്ന പാർട്ടി BJP, അതും 15,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ. 15,000 ഗോപി, കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, പുറത്തുനിന്നുള്ളവരുടെ പേരും പറഞ്ഞു കേൾക്കുന്നു. കുമ്മനം അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ. ഇപ്പം നിർമ്മല സീതാരാമന്റെ പേര് തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP കാൻഡിഡേറ്റ് ആയിട്ട് വരുമോ എന്ന് പറയുന്നവരുണ്ട്, പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അതിന് BJP തന്നെ മറുപടിയുമായി വന്നു, പുറത്തുനിന്നുള്ള ആൾക്കാരെ ഇറക്കുമതി ചെയ്യുന്നില്ല എന്നുള്ളൊരു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ പേരുകാർ, ഇതിനപ്പുറവും പേരുകൾ സാധ്യമാണ്. രാഷ്ട്രീയ പാർട്ടികളാണ് അന്തിമമായി തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. നേതാക്കളുടെ മനസ്സിലും അവരുടെ ആലോചനകളിൽ നിൽക്കുന്ന പേരുകളിൽ നിന്നാണ് നമ്മളൊരു സാധ്യതാ പട്ടികയിലെ പ്രാധാന്യത്തിലേക്കും പ്രാമുഖ്യത്തിലേക്കും പോകുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ആരാകും BJP സ്ഥാനാർത്ഥി? CPI ആരെ മത്സരിപ്പിക്കും? CPIയുടെ കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആനി രാജ അടക്കം മറ്റു പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി പാർട്ടിക്കാരല്ലാത്ത ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് കേൾക്കുന്നുണ്ട്, കൃത്യം അറിയില്ല. നേരെ മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ്. ശ്രീധരൻപിള്ളയുടെ പേരിനാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് പ്രാമുഖ്യമുള്ളത്. പക്ഷേ ശ്രീധരൻപിള്ളയേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് കുമ്മനം രാജശേഖരനായിരിക്കും. കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു പ്രതിച്ഛായമുണ്ട്. പിന്നെ ഒരു ശക്തമായ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു വക്താവ് എന്ന രീതിയിലും അദ്ദേഹത്തിനൊരു പ്രാധാന്യമുണ്ട്. രാജഗോപാൽ ഇല്ലാത്ത സാഹചര്യത്തിൽ കുമ്മനമായിരിക്കും BJPക്ക് നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. അതുകൊണ്ട് കുമ്മനം വന്നേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുമ്മനം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രീധരൻപിള്ളയ്ക്കാണ് സാധ്യത. അതായത് ശ്രീ ജയശങ്കർ, കഴിഞ്ഞ തവണ O രാജഗോപാൽ 2,80,336 വോട്ട് പിടിച്ച മണ്ഡലമാണ്. ശശി തരൂർ 2,97,806, 15,470 ഒരു ഭൂരിപക്ഷം മാത്രമേ ശശി തരൂരിനെ സംബന്ധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ വളരെ കരുതലോടെ ശശി തരൂരും സ്വാഭാവികമായി നോക്കുന്നുണ്ടാവും എതിരാളികളെ. തീർച്ചയായിട്ടും അന്ന് ശബരിമലയില്ലായിരുന്നു, ഇത്തവണ ശബരിമലയുണ്ട്, അത് മറക്കണ്ടല്ലോ. ശബരിമല ഒരു വലിയ വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ. ഇത്തവണത്തെ മത്സരം പിണറായി വിജയനും ശബരിമല അയ്യപ്പനും തമ്മിലാണ്, അത് നിങ്ങൾ മറക്കണ്ട. പക്ഷേ തിരുവനന്തപുരത്ത് ശബരിമലയിൽ കിട്ടാനുള്ള സാധ്യതകൾ കഴിഞ്ഞ തവണ രാജഗോപാലിന് കിട്ടിയിരുന്നു. രാജഗോപാലിൽ നിന്നും ശശി തരൂർ ഈ മണ്ഡലം പിടിച്ചെടുത്തത് തന്നെ കോവളം, നെയ്യാറ്റിൻകര, പാറശാല ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകളായിരുന്നു. ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ കുറെ കൂടെ ഒരു ഇമ്പാക്ട് ഉണ്ടാകും. അത് ആ ഇമ്പാക്ട് ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചനയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഡോക്ടർ ശശി തരൂർ ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീകൾ അവിടെ പ്രവേശിക്കട്ടെ എന്ന നിലപാട് ഉള്ള ആള് തന്നെ ആകണം. അദ്ദേഹം പക്ഷേ ആദ്യം എടുത്ത നിലപാട്
അവിടെ അതൊരു ഹിന്ദു ഈ ആചാരത്തെ ആചാരത്തെ മുറുകെ പിടിച്ചില്ലെങ്കിലും ആചാരത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തി, പിന്നീട് അത് മാറ്റുന്നു. ഇങ്ങനെ ഏത് നിലപാട് സ്വീകരിക്കണം അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന നിലപാടല്ല പുറത്തു വന്നിട്ടുള്ളത്. അത് ഈ മണ്ഡലത്തിനെ അതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതിന്റെ ഒരു തോന്നലിലാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. പിന്നെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ LDF കാൻഡിഡേറ്റ് ആരാകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ വീക്ക് കാൻഡിഡേറ്റ് ആണെങ്കിൽ LDF നിന്ന് കുറെ വോട്ടുകളെങ്കിലും ശശി തരൂരിന് അനുകൂലമായി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ ജയശങ്കർ പറഞ്ഞ പോലെ അയ്യപ്പന്റെ സാന്നിധ്യത്തിൽ ഈ വീക്ക് കാൻഡിഡേറ്റ് ആണെങ്കിൽ CPI നിന്നുള്ള വോട്ടുകൾ BJPക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുണ്ട്. പക്ഷെ അതുപോലെ തന്നെ BJPക്ക് കൊടുക്കാൻ പറ്റാത്ത ഇടതുപക്ഷ വോട്ടുകൾ ശശി തരൂരിന് പോകാനുള്ള നല്ല സാധ്യത. അതായത് ജയശങ്കർ, ഞാൻ സജീവനിലേക്ക് വരുമ്പോൾ ഈ വോട്ട് ചോർച്ച എവിടേക്ക് എങ്ങോട്ട് എന്നത് തിരുവനന്തപുരത്ത് വളരെ പ്രാധാന്യമുള്ളതാവില്ല ഇത്തവണ. താങ്കൾ പറഞ്ഞ ശബരിമല പ്രശ്നം കടത്തി പറഞ്ഞത് അയ്യപ്പനും പിണറായിയും തമ്മിലാണ് മത്സരം എന്ന മട്ടിലാണ്. തിരുവനന്തപുരത്തിന്റെ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ഏറ്റവും അപ്രവചനീയമായ ഒരു മണ്ഡലമാണ്. നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല തിരുവനന്തപുരത്തേരെ എങ്ങോട്ട് തിരിയും, ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. ശശി തരൂർ വളരെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ശശി തരൂരിനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ പിന്തുണ കൊണ്ടാണല്ലോ യഥാർത്ഥ കോൺഗ്രസ്സുകാർ. അതിൽ കതറിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ശശി തരൂരിനോട് താല്പര്യമില്ല. കാരണം അദ്ദേഹം ഒരു ശരി കോൺഗ്രസ്സുകാരനല്ലല്ലോ, ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വന്ന ഒരാളല്ല. അദ്ദേഹം മുകളിൽ നിന്ന് ഇറങ്ങി വന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തെ ആരാധിക്കുന്നവർ, ബഹുമാനിക്കുന്നവർ, ഇദ്ദേഹം ഒരു വിശ്വപൗരനാണെന്ന് വിചാരിക്കുന്നവർ അവരൊക്കെ ഉണ്ട്. അവരുടെ വോട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ കിട്ടും. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ്. വേറൊരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അവിടെ ചിത്രം വേറെയാണ്. അതാണ് ഇതിന്റെ ഒരു സ്ഥാനാർത്ഥി എന്നത്. ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആശ്വാസം. അതെ, അത് ഇപ്പോ ഇടതുപക്ഷം ഇതിന് പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആരാണെന്നുള്ള സൂചന പോലും ശക്തമായി നൽകാത്ത സാഹചര്യത്തിൽ മത്സരം ശശി തരൂരും BJPയും തമ്മിലാവും. അതിൽ തന്നെ ഇടതുപക്ഷത്തു നിന്ന് കുറച്ച് വോട്ടുകൾ ശശി തരൂരിന് അനുകൂലമായിട്ട് കുറച്ച് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ പല കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള കേരളത്തിൽ KPCC പ്രസിഡന്റ് ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, എങ്കിൽ പോലും ശക്തമായിട്ടുള്ള BJP വിരുദ്ധ നിലപാടുകൾ വളരെ ശക്തമായിട്ട് പറയുന്ന ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരു നേതാവ് ശശി തരൂരാണ്. അതിന്റെ ഒരു ആനുകൂല്യം കുറച്ച് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഒരു ലെഫ്റ്റ് വോട്ടുകളെയും സ്വാധീനിക്കാൻ കഴിയുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ BJP. ഇടതുപക്ഷം കാൻഡിഡേറ്റിന്റെ കാര്യത്തിൽ പോലും വീക്കായി നിൽക്കുന്ന സാഹചര്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. ശ്രീ സജീവൻ, ഇതാണ് തിരുവനന്തപുരത്തിന് മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത വിധമുള്ളൊരു ഒരു രാഷ്ട്രീയമായ ഒരുപാട് മാനങ്ങളുണ്ട്. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരാകുമെന്ന കാര്യത്തിൽ ഇവിടെ ഉയർന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയ പ്രശ്നത്തിൽ ശബരിമല പ്രശ്നത്തിന് വരാവുന്ന ഒരു സ്വീകാര്യത. ഇപ്പോൾ ശശി തരൂർ മത്സരിക്കുമ്പോൾ ശബരിമലയുടെ ഒരു മേധാവിത്വം മുൻതൂക്കം തിരുവനന്തപുരത്ത് BJPക്ക് കൊണ്ടുപോകാനാകുമോ, അതോ അതിനെ പ്രതിരോധിച്ച് നിർത്താൻ ശശി തരൂരിന് കഴിയുമോ? ശശി തരൂർ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കഴിഞ്ഞ തവണ നടന്നപോലുള്ള ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള നേർക്കുനേർ മത്സരമാണ് നടന്നതെങ്കിൽ, രണ്ട് മുന്നണികൾ തമ്മിലുള്ള നേർക്കുനേർ മത്സരമാണ് നടക്കുന്നതെങ്കിൽ ശശി തരൂർ ജയിക്കും എന്നതിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ത്രികോണ മത്സരത്തിലേക്ക് വന്നാൽ, അതായത് UDFും LDFും BJPയും എന്ന രീതിയിലേക്ക് ഒരു ത്രികോണ മത്സരം നടന്നാൽ അത് വലിയ തകർച്ച LDFനും UDFനും ഉണ്ടാകും. കാരണം കഴിഞ്ഞ തവണ 2014 ശശി തരൂർ ജയിച്ചു പോയത് ഒരിക്കലും ശശി തരൂരിന് കിട്ടാവുന്ന UDF വോട്ട് കൊണ്ടല്ല. അവിടെ സംഭവിച്ചത് LDF വോട്ടുകൾ കുറേ അപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ UDFന് അനുകൂലമായിട്ട് മാറി. പല UDF നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും അപഹസിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, LDF വോട്ട് അവിടെ BJPക്ക് വിറ്റു എന്ന്. അത് പൂർണ്ണമായും തെറ്റാണ്. അവിടെ BJP വോട്ടുകൾ ശക്തമായ രീതിയിൽ അവിടെ പിടിച്ചപ്പോൾ അവിടെ BJP ജയിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഘടകമായി മാറിയത് LDFിൽ നിന്ന് ബോധപൂർവമായിട്ടോ അല്ലാതെയോ മാറിയ വോട്ടുകൾ. അത് UDFന് ശശി തരൂരിനാണ് കിട്ടിയിട്ടുള്ളത്. ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 BJPയാണ് ഒന്നാം സ്ഥാനത്തുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് സ്വാഭാവികമായിട്ടും വന്നുള്ള ഷിഫ്റ്റാണ്. അത് ഇത്തവണയും അതേപോലെ സംഭവിക്കുമ്പോൾ മാത്രമേ, ഒരു ത്രികോണ മത്സരം വരാതിരുന്നാൽ മാത്രമേ ഈ UDFനായാലും LDFിലും മോദി വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ BJP വിരുദ്ധ ശക്തികൾക്ക് ഇവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അപകടകരമായിട്ടൊരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജയശങ്കർ, എന്താണ് അതിനോട് കാണുന്ന ഒരു കാഴ്ചപ്പാട്? ത്രികോണ മത്സരം പോലും അപകടകരമാണ്. അതിൻ്റെ എഡ്ജ് BJPക്കാണ് സംഭവിക്കുക. ഇടതുമുന്നണി പതിവ് പോലെ തന്നെ
ഒരു ഡിഫൻസീവ് പൊസിഷനിൽ, തേർഡ് പൊസിഷനിൽ തന്നെ നിൽക്കുന്ന നില തന്നെയാണ് സംഭവിക്കാനിടയുള്ളത്. അതുകൊണ്ടാണ് ഈ ആര് സ്ഥാനാർത്ഥി എന്നത് പോലും വ്യക്തമല്ലാതെ മുന്നോട്ട് പോകുന്നത് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇടതുമുന്നണിക്ക്. അല്ല, ഈ സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ്. ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ ദുർബലനാണെങ്കിൽ പ്രത്യേകിച്ചും അത് ആ വോട്ടുകൾ ഭിന്നിച്ചു പോകാൻ കഴിഞ്ഞ തവണ ബെന്നറ്റ് എബ്രഹാം എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ LDF വോട്ടുകളിൽ വലിയൊരു വിഭാഗം രാജഗോപാലിലേക്ക് പോയി. അത് രാജഗോപാൽ എന്ന് പറഞ്ഞ വ്യക്തിയോട് വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പലതവണ മത്സരിച്ച് തോറ്റ ആളാണെന്നുള്ള സഹതാപം കൊണ്ട് പോയതായിരിക്കാം. എങ്കിൽ പോലും കുറേ വോട്ടുകൾ പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ബെന്നറ്റ് എബ്രഹാമിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ എന്താണ് യോഗ്യത, അദ്ദേഹം നാടാർ ക്രിസ്ത്യാനിയാണ് എന്നുള്ളതല്ലാതെ എന്നൊരു ചോദ്യം വളരെ ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ആളുകൾക്ക് അതിനൊരു ഉത്തരം പറയാൻ കഴിയില്ല, ഇടതുപക്ഷത്തിനൊരു ഉത്തരം പറയാൻ കഴിയില്ല. പിന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യം, ഇദ്ദേഹം ഏത് ഘടകത്തിലാണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. അല്ല ജയശങ്കർ, ആ ക്രൈസിസിൽ നിന്ന് ഇടതുമുന്നണിക്ക് ഈ മണ്ഡലത്തിൽ കരകയറാനായിട്ടുണ്ടോ? അല്ല, അതിന് വിശ്വാസ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണം. ഈ സ്ഥാനാർത്ഥി ഇദ്ദേഹം ഇത്ര കൊല്ലം ഇന്ന സ്ഥലത്ത് പ്രവർത്തിച്ച ആളാണ്, ഇന്ന രീതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയണം. അതാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ, ഇപ്പോൾ പന്നിയൻ രവീന്ദ്രൻ കണ്ണൂരിൽ നിന്ന് വന്ന് മത്സരിച്ചിട്ട് വിജയിച്ചില്ലേ, അല്ലെങ്കിൽ PK വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ജീവിത അവസാന കാലത്ത് അദ്ദേഹത്തിന് വയ്യാതായ സാഹചര്യത്തിൽ അദ്ദേഹം 2 യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴേക്കും വയ്യാതെയാവും. അങ്ങനെ ശാരീരികമായ ദുർബലതകൾ ഉള്ളപ്പോൾ പോലും അദ്ദേഹത്തെ മത്സരിപ്പിച്ച് ഇതേ രാജഗോപാലിനെതിരായിട്ട് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്തില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. LDF ആരൊപ്പം നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടിയിലുണ്ടാവും. ഞാൻ പറഞ്ഞത്, ഒന്നാമത് BJP ശക്തമാണ്, രണ്ടാമത് ശബരിമല എന്ന് പറഞ്ഞാൽ വളരെ വൈകാരികമായൊരു വിഷയം അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. യെസ്, നമ്മളെല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് ചർച്ച ചെയ്തെങ്കിൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കാര്യങ്ങൾ മാറി. ഇത് ത്രികോണ മത്സരമാകുമോ, ആര് ക്ഷീണിച്ചാൽ ആർക്കും മെച്ചമാകും എന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ 3 ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ അത് അപകടകരമായ ഒരു അതാണ് സജീവൻ പറഞ്ഞു, അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം. ഞാൻ പക്ഷേ അതിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ് അത്തരത്തിലൊരു ത്രികോണ മത്സരം. ആരും ജയിക്കട്ടെ, പക്ഷേ അത്തരത്തിലൊരു മത്സരം നടന്ന അതിന്റെ അവസാനം ഒരാൾ വിജയിക്കും. അതാണ് നേരത്തെ ജയശങ്കർ പറഞ്ഞത്, വിശ്വാസ്യത തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് ഇടതുമുന്നണി വിശേഷിച്ച് CPI പോയിട്ടുണ്ട്. അതിന് പറ്റിയൊരു കാൻഡിഡേറ്റിനെ നിർത്തേണ്ട അവസ്ഥ. അതിന് പക്ഷേ രാജീവ് നേരത്തെ കാണിച്ചതുപോലെ ബിനോയ് വിശ്വം തന്നെയാകും. ആനി രാജ എത്തിയാൽ പോലും അങ്ങനെ വിശ്വാസ്യത തെളിയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ജയശങ്കർ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം, ഇങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ ഇല്ലാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ള ഒരു കാൻഡിഡേറ്റിനെ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായി, പാർട്ടിക്ക് നാണക്കേടുണ്ടായി. അതായത് പൈസ കൊടുത്ത് ഈ പറയുന്ന ഇൻവോൾവ്മെന്റ് എല്ലാം വന്നു. അതിനുശേഷം ഈ CPI പോലൊരു പാർട്ടി കഴിഞ്ഞ 5 വർഷം എടുത്തിട്ട് ഇതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുള്ളത് അവർക്കറിയാം, എന്ത് ശ്രമം നടത്തി. അല്ല, അതാണ് നേരത്തെ നമ്മളും ചോദിച്ചത്. കാരണം ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് കരകയറാനുള്ള ഒരു പരിശ്രമവും പ്രകടമായി ബോധ്യപ്പെടും വിധത്തിൽ സംഭവിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന് തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ ഊഹം പോലും പറയാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് ഒരു പാർട്ടി എത്തിപ്പെട്ടതും അത് CPI സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു അവസ്ഥയാണ്. CPIക്ക് വിശ്വാസ്യത തെളിയിക്കാൻ വേണമെങ്കിൽ ഈ മണ്ഡലം വച്ച് മാറാം. അതേതായാലും വലിയ ചർച്ചകളിലേക്ക് പോകുന്നതാണ്. CPM-ഉം അത് ഉപേക്ഷിച്ച ചർച്ചകളിൽ CPM-ഉം CPI-യും എത്തിച്ചേരണം. എന്നാൽ നിലവിൽ അതിൻ്റെ ഒന്നും യാതൊരു സാധ്യതകളും കാണുന്നില്ല. തിരുവനന്തപുരത്ത് ശശി തരൂർ BJP-യിൽ നിന്ന് 1ാം പേരായി നിശ്ചയമായും കുമ്മനത്തിന്റെ പേര് തന്നെയാണ് വരുന്നത്. PS ശ്രീധരൻപിള്ളയുടെ പേരുണ്ട്, സുരേഷ് ഗോപിയുടെ പേരുണ്ട്. ഇതെല്ലാം വരുമ്പോൾ ഇവരല്ലാത്ത ഒരു സാധ്യത. പക്ഷേ കുമ്മനത്തിന്റെ പേരിനാണ് വലിയ പരിഗണന വരുന്നത്. അപ്പോഴും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആര് എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ഏതായാലും 20 ലോക്സഭാ മണ്ഡലങ്ങൾ ആരാകും സ്ഥാനാർത്ഥി എന്ന നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ചിന്തയിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ന്യൂസ് 18 കേരളം ഓരോ മണ്ഡലവും അവിടുത്തെ വിവിധ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട്, ഇഴകീറി പരിശോധിച്ചുകൊണ്ട് സാധ്യതകളിലെ ഏറ്റവും വലിയ സാധ്യതയുള്ള ആളുകളെ തന്നെ അവതരിപ്പിച്ചത്, ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളെ വേർതിരിച്ചു കാട്ടിയത്, അപ്രതീക്ഷിതമായി വരാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും നേതാക്കളും പാർട്ടികളും അവരുടെ മനസ്സിലിരിപ്പുമായി മുന്നോട്ട് പോകട്ടെ. കേരളം, ജനത, പ്രേക്ഷകർ ശക്തമായി തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ആദ്യ ചുവടുവെപ്പാണ് ന്യൂസ് 18 കേരളം നടത്തിയത്. ഞങ്ങളുടെ എഡിറ്റർ രാജീവ് ദേവരാജും ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും അഡ്വക്കേറ്റ് ജയശങ്കറും അതുപോലെ തന്നെ സജീവനുമാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സജീവനുമാണ് സജീവമായി കഴിഞ്ഞ മണിക്കൂറുകൾ സഹകരിച്ചത്. വളരെയധികം നന്ദി.